ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇസ്രായേൽ ഇറാൻ വാറുകൾ ഉണ്ടാക്കിയ ഒരു പ്രശ്നങ്ങൾ നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ ഫേസ് ചെയ്തതാണ്. ഇന്നിപ്പോൾ നോക്കുമ്പോൾ രാവിലെ US ഫ്യൂച്ചർ റിക്കവറി മോഡിലാണ്. കാണാം US ഫ്യൂച്ചർ ഏറ്റവും താഴെ 49 പോയിന്റ് പ്ലസ്സിലാണ്. കൂടാതെ തന്നെ നിക്കി ജപ്പാൻ മാർക്കറ്റും 300 പോയിന്റ് റിക്കവറി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോസ്പി കൊറിയയും ഫ്ലാറ്റാണ്. ഷാങ്ഹായ് ചൈന ഇടിവിലാണ്. എന്നാൽ അതിന് മുകളിലുള്ള ഓസ്ട്രേലിയ 21 പോയിന്റ് ഫ്ലാറ്റാണ്. ഗോൾഡ് കയറുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും ഗോൾഡ് കയറിയിരുന്നു. ഇന്നും ഇപ്പോൾ $7 പെർ ഔൺസിന് ഉയർന്നു. ബ്രന്റ് ഓയിലും 74 ബിറ്റ്കോയിൻ ഇടിവിനൊരു ശമനം ഉണ്ടായി. ഏറ്റവും ടോപ്പിൽ കാണാം ബിറ്റ്കോയിൻ ഇപ്പോൾ 1,52,200 എന്ന റേഞ്ചിലാണ് ഉള്ളത്. 1,09,000 വരെ പോയതായിരുന്നു ബിറ്റ്കോയിൻ. അപ്പോൾ ബിറ്റ്കോയിനിലും ഒരു റിക്കവറി എന്ന് പറയാൻ സാധിച്ചില്ലെങ്കിൽ കൂടിയും ഇടിവിനൊരു ശമനം വന്നിട്ടുണ്ട്. ഇത് ആണ് നമ്മുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. PCR 0.7 ആയ നിലയിലാണ് നിൽപ്പ്. 24,700 സ്പോട്ട്. അപ്പോൾ സ്പോട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച സ്പോട്ട് തന്നെ കോളായിരുന്നു. വലിയ തോതിൽ റൈറ്റിംഗ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കോളും പുട്ടും അതേ രീതിയിൽ നിൽക്കുന്നുണ്ട്. അതായത് ഒരു ഡയറക്ഷണൽ ഫർദറായിട്ട് ഷോർട്ട് ചെയ്തിട്ടില്ല അഡ്മണീനെ. എന്നാൽ 25,000 എന്ന് പറയുന്നത് മേജർ റെസിസ്റ്റൻസ് സോണൊക്കെ ആയിട്ട് നിഫ്റ്റിയിൽ നിൽക്കുന്നുണ്ട്. അതും പരിശോധിക്കുക. ഇതാണ് നമുക്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ കോൺട്രാക്റ്റ്. നിഫ്റ്റിയുടെ ഫ്യൂച്ചർ കോൺട്രാക്റ്റാണ്. 24,566 വരെയൊക്കെ നിഫ്റ്റി ലോ ക്രിയേറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമൊക്കെ. 24,566. അതിനുശേഷം ഈ നിഫ്റ്റിയും റിക്കവറി രേഖപ്പെടുത്തി. 24,779 നിഫ്റ്റിയുടെ നിൽപ്പ്. അപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം അപ്പോൾ അതിതീവ്രമായിട്ടുള്ളൊരു ഇടിവ് ഉണ്ടായിട്ടില്ല. ഡൈജസ്റ്റ് ആയിട്ടുണ്ട് ഈ ഇസ്രായേൽ ഇറാൻ വാറ്. മാർക്കറ്റ് അതിനെ ഡൈജസ്റ്റായി. ഇനിയിപ്പോൾ ഈ ഒരു ആഴ്ചയുള്ള പ്രധാന ഈവൻറ്റ് അല്ലെങ്കിൽ എന്തുകൊണ്ട് US ഫ്യൂച്ചർ തിരികെ കയറുന്നു എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം നമ്മളുടെ കഴിഞ്ഞ ആഴ്ചയായിരുന്നു നമ്മളുടെ ഒരു മോണിറ്ററി പോളിസി ഉണ്ടായിരുന്നത്. 50 ബേസ് പോയിന്റ് RBI കട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൽ കൂടുതൽ പോസിറ്റിവിറ്റി ഉള്ള ഒരു കാര്യം സംഭവിക്കുകയാണ്. US ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനങ്ങൾ ബുധനാഴ്ച ദിവസം വരുന്നുണ്ട്. അപ്പോൾ ഈ തവണ ജെറോം പവലിനെ പുഷ് ചെയ്യാണ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കണം എന്നുള്ള പേരിൽ ട്രംപ്. കഴിഞ്ഞ തവണ കുറച്ചിരുന്നില്ല. അപ്പോൾ ഈ തവണ അൺചേഞ്ച് ആയിട്ട് നിലനിർത്തുമോ? 4.5 ആണ്. ഇനി റേറ്റ് കട്ട് ഉണ്ടാകുമോ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് വിപണി. അതുകൊണ്ടാണ് ഈവൻ ഇസ്രായേൽ വാർ ഉണ്ടായിട്ട് പോലും US ഫ്യൂച്ചർ ഫോളോ ചെയ്യാതെ ഇരിക്കുന്നത്. ബുധനാഴ്ച തീരുമാനങ്ങൾ വരും. അതിനുശേഷം വ്യാഴാഴ്ച അവിടുത്തെ ഫെഡറൽ ഓപ്പൺ കമ്മിറ്റിയുടെ പ്രസ് മീറ്റ് ഉണ്ട്. അതിലും ജെറോം പവൽ ഇപ്പോഴുള്ള US ഈ എക്കണോമിക് കാര്യത്തെക്കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള വിവരണങ്ങൾ തരും. ഇപ്പോൾ ഈ ഒരു വാറിനിടയിൽ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യം, ട്രേഡ് ഡീൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു രാജ്യങ്ങളായിട്ടും ഡീലായിട്ടില്ല. അതിൻ്റെ ഡെഡ് ലൈനിലേക്കൊക്കെ അടക്കുകയാണ്. അപ്പോൾ മേ ബി ഈ ഒരു സമയത്ത് ട്രംപ് ഒന്ന് അഴിയാനായിട്ട് സാധ്യതകൾ വളരെയധികം ഏറെയാണ്. കാരണം ഓൾറെഡി തന്നെ ഗ്ലോബലി പ്രശ്നങ്ങൾ സംഭവിച്ച ഒരവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ അതാണ് മാർക്കറ്റിലുള്ളൊരു ഓൺലൈൻ കാര്യങ്ങൾ. സ്റ്റോക്കുകളുടെ ന്യൂസ് ഈ യുദ്ധ സാഹചര്യങ്ങളായതുകൊണ്ടാവാം ഒന്നും പോപ്പപ്പ് ചെയ്ത് കാണുന്നില്ല. ആർക്കേഡ് ഡെവലപ്പേഴ്സ് താനെയിൽ അവർ 7 ഏക്കർ ലാൻഡ് അക്യൂർ ചെയ്തിട്ടുണ്ട്. 2,000 കോടി രൂപ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ആർക്കേഡ് ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി. അതുപോലെ തന്നെ ബിർള കോർപ്പ് രാജസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഒരു പുതിയ ഓർഡർ ബിർള കോർപ്പിൻ്റെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പുതിയതായിട്ട് നമുക്ക് കിട്ടിയ ന്യൂസുകൾ. നമ്മൾ ഇന്നലെ ഞായറാഴ്ച ദിവസം ഒരു 12ഓളം സ്റ്റോക്ക് ന്യൂസ് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം സ്റ്റോക്ക് ന്യൂസിലുപരി മാർക്കറ്റ് റിക്കവറി മോഡൽ ആകുമോ എന്നുള്ളതൊക്കെയാണ് കൂടുതൽ ആളുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ വൈകിട്ട് 7 മണിക്ക് ആകുമ്പോൾ നമുക്ക് പുതിയ സ്റ്റോക്കുകളുടെ ന്യൂസൊക്കെ ആയിട്ട് എത്താം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ. അവധിയാണ് ഇന്ന്, സ്കൂൾ അവധിയാണ് കൊച്ചിയിലും മറ്റുള്ള എല്ലാ ജില്ലകളിലും. അപ്പോൾ മഴയാണ്, ജാഗ്രത പാലിക്കുക. താങ്ക് യു.